ഹലോ ഗേസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെ വർത്താനം, എല്ലാവർക്കും സുഖം വിചാരിക്കുന്നു. അപ്പോൾ ഇതാ നമ്മൾ ബിഗ് ബോസിലുണ്ടല്ലോ, ഫാമിലി റൗണ്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കണേ. അപ്പോൾ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കണത് അതിൽ നൂറിൻ്റെ ഫാമിലി അങ്ങനെ ആരാ വരിക, എപ്പോഴാണ് വരിക എന്ന് തന്നെ ആയിരിക്കും അല്ലേ ബിഗ് ബോസിൽ നോക്കിയിരിക്കണത്. അപ്പോൾ ഇതാ പിന്നെ അതിൽ നൂറിൻ്റെ ഫാമിലി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആരെ വന്നത് എന്താണെന്നൊക്കെ നോക്കാം. അപ്പം പിന്നെ എന്തൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഷാനവാസുഖാൻ്റെ ഫാമിലി വന്നപ്പോഴും അനീഷിൻ്റെ ഫാമിലി വന്നപ്പോഴൊക്കെ പിന്നെ എല്ലാവരും ചിന്തിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ അതിൽ നൂറിൻ്റെയും ഫാമിലി ആരാ വരിക എന്താണെന്നുള്ളത് എന്തായാലും എല്ലാവരും ചിന്തിക്കൂലേ. അതേമാതിരിക്ക് തന്നെ അവർക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ, അവർ ഉപ്പിയും വരണമെന്നും രണ്ടാൾക്കും ഭയങ്കര ആഗ്രഹമുണ്ട്. അവർ പറഞ്ഞിട്ടുണ്ടായിന് കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ജയിലിൽ കടന്നിനല്ലോ അതിലും പിന്നെ അനീഷും. അപ്പോൾ അപ്പോഴും ആ സമയത്തുണ്ടല്ലോ അതിലിനോട് പറയുന്നുണ്ട് കേട്ടോ, അനീഷ് നിങ്ങൾ രണ്ടാളും ഉമ്മമാരും ഒരുപോലെ വന്ന് കൈപിടിച്ച് വരുന്ന കാണാനാണ് എനിക്ക് ആഗ്രഹം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് കേൾപ്പിച്ചു തരാമെന്ന് കേട്ടോക്കിയേ. ഇവിടെ നിന്നിട്ട് ആദിലയുടെ ഉമ്മയും ആദിലയുടെ ഒരു അനിയത്തിയും നൂറയുടെ ഉമ്മയും നൂറയുടെ ഒരു അനിയത്തിയും ഒരു സൈഡിൽ അവർ രണ്ട് ഉമ്മമാരും കൂടിയിട്ട് കൈ പിടിച്ച് വരണ ഒരു രംഗം ഒന്ന് ആലോചിച്ച് നോക്കൂ. അതൊരു ഭയങ്കര ലൈഫിൽ മെമ്മറബിൾ ആയിട്ടുള്ളൊരു സംഗതിയായിരിക്കും. അപ്പോൾ ഞങ്ങൾ കേട്ടില്ലേ പിന്നെ അതിലിനോട് അനീഷ് പറയും കേട്ടല്ലേ അല്ലേ. അപ്പോൾ അവർ ഉമ്മയും രണ്ടുപേരും ഒരുമിച്ച് തന്നെയാണ് ആഗ്രഹം. എന്നിട്ട് നിങ്ങൾ പിന്നെ ഒന്നിച്ച് നല്ലത് ജീവിക്കണതാണ് ആഗ്രഹം എന്നൊക്കെ പറയുന്നുണ്ടല്ലേ. അപ്പോഴും അതിലെ പറയുന്നത് എന്തെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് അങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ സംഭവിച്ചാൽ നല്ലത്. പിന്നെ ഫസ്റ്റ് തന്നെ ഞാൻ തന്നെയായിരിക്കും പരിചയപ്പെടുത്തുന്നൊക്കെ അനീഷിനോട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ കേട്ടല്ലേ അല്ലേ. അപ്പോൾ അവർക്ക് ആഗ്രഹമുണ്ട് ഉപ്പയും വരണം എന്നുള്ളതൊക്കെ ആഗ്രഹമുണ്ട് കേട്ടോ. പിന്നെ വേറെ എന്താ കാര്യം എന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ അവരെ ഫാമിലി ആരാ വന്നതെന്നുള്ളത്. വീണ്ടും ബിഗ് ബോസിൽ ജാസ്മിൻ ഓടിക്ക് പോണോ? ഒന്ന് സൈഡിലേക്ക് ഞാൻ ആക്ച്വലി നമ്മൾ ജിമ്മിന്റെ ഇനോഗ്രേഷൻ ഉണ്ടായിരുന്നു, അതിന് വന്നതാണ്. ബിഗ് ബോസിൽ പോയില്ല? ഇല്ലില്ല, ഞാൻ ബിഗ് ബോസിൽ പോയിട്ടുണ്ട്. ആർക്ക് വേണ്ടിട്ട് ഫാമിലി എനിക്കറിയില്ല, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. കുറച്ചൊന്നും അങ്ങോട്ടേക്ക് ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് എങ്ങനെയുണ്ട് നിങ്ങളുടെ അപേക്ഷിച്ച്? ഞങ്ങളുടെ ഞാൻ അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. എല്ലാ സീസണും ഡിഫറെൻറ്റ്. നമ്മൾ ഓരോ കൊല്ലം മാറിക്കൊണ്ടിരിക്കുന്നതല്ലേ. ഞാൻ ആക്ച്വലി കൊച്ചിയിലേക്ക് നമ്മൾ ജിമ്മിൻ്റെ ഇനോഗ്രേഷൻ വന്നതായിരുന്നു. എയർപോർട്ടിൽ നിൽക്കുന്ന സമയത്തായിരുന്നു ഇങ്ങനെ നമ്മൾ നൂറിൻ്റെ ഫാമിലി റൗണ്ട് നടക്കുന്നുണ്ടല്ലോ. സോ അവർ ഫാമിലി ഇപ്പോഴും കുറച്ച് എന്താ പറയുക പുറത്താണ്. ഐ ഡോണ്ട് നോ, ബിക്കോസ് നമുക്ക് ഒരാളെയും പ്രെഡിക്റ്റ് ചെയ്യാൻ ഒരിക്കലും പറ്റില്ല, ബിക്കോസ് ഇറ്റ്സ് ബിഗ് ബോസ്. പക്ഷേ ഗിവൻ നമ്മൾ ഓരോ സീസണിലെ എന്താ പറയുക ഫിനാലെ കണ്ടസ്റ്റൻസും അതിലെ വിന്നേഴ്സിനെയും കമ്പയർ ചെയ്യുന്ന സമയത്ത് ചില മെജോറിറ്റി കേസിലും ഒരാൾ ജയിച്ചതിന് ശേഷമായിരിക്കും ആൾക്കാർ എന്താ പറയുക ഒരു ധാരണ വരുന്നത്. ഓക്കെ, ഇതാണ് ലൈക്ക് സംതിങ് ദർ ആർ സർട്ടൺ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ മുമ്പ് പറഞ്ഞത് ശരിയായിരുന്നു അല്ലെങ്കിൽ ശരിയല്ലായിരുന്നു എന്നുള്ളത്. പിന്നെ ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ് എന്ന് പറയാം. ഒരു മിനിറ്റ് അതിൻ്റെ എല്ലാവരും നോട്ട് ഓൺലി കോമണേഴ്സ് അതിൽ വന്നപ്പോൾ നമുക്ക് മിനിറ്റോ അതിൻ്റെ ഉള്ളിൽ പോയാൽ നിങ്ങൾ ഇവിടെ നിന്ന് ഉണ്ടാക്കുന്ന അടിച്ച് കുത്തി അതുപോലൊന്നുമല്ല. എല്ലാവരും പാവങ്ങളാണ് അവരായത്. പിന്നെ എന്തെങ്കിലും ചെറിയൊരു അടി ഉണ്ടാക്കുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും BGM ഒക്കെ കുത്തി കയറ്റിയിട്ട് ഇതാക്കുന്നതാണ്. ഇല്ലില്ല, ഞാൻ കാണാറില്ല. ചെറിയ ഒരു മിനിറ്റ് ദിയാസിനെ ബൈറ്റ് കൊടുക്കുക ആള് അവിടെ ബൈറ്റ് കൊടുക്കുക മീഡിയക്കാർക്ക്. വരും സംസാരിക്കാം. നമുക്ക് വിശേഷങ്ങൾ പറയും. പുതിയ വിശേഷങ്ങൾ എന്താ? പുതിയ വിശേഷങ്ങൾ ദുബൈയിലാണ്. അൽഹംദുലില്ലാഹ് ഗുഡ്. അങ്ങനെ വരുന്നത് മതി കേട്ടാ, മതി. ഇത് കണ്ടുപിടിച്ച് ഞാൻ ജാസ്മിൻ ഇപ്പോൾ ബിഗ് ബോസ് കാണാറുണ്ടോ? അധികം കാണാറുണ്ട്. ഈ ജാസ്മിന്റെ പേരുള്ളൊരു വേറെ ജാസ്മിൻ ജാഫർ വന്ന് കണ്ടിരുന്നോ? ഇല്ലട്ടാ, ആ സീസണ് കുറച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. ബട്ട് നോട്ട് എല്ലാ ദിവസവും ഉണ്ട്. അപ്പം സീസൺ 7 ഫോർ എക്സാമ്പിൾ സംതിങ് ദാറ്റ് കുറച്ചുകൂടെ ആൾക്കാർ സംസാരിക്കുന്നുണ്ട്, കുറച്ചുകൂടെ കോണ്ടൻസും കാര്യങ്ങളും വരുന്നുണ്ട്, കുറച്ചുകൂടെ റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതാണ്.
അപ്പോൾ അതാ അതിൽ നൂറിൻ്റെയും ഫാമിലി ആയിട്ട് വന്നിട്ടുള്ളത് ജാസ്മിനാണ് കേട്ടോ. അപ്പോൾ അതാ അവരാണ് കേട്ടോ അതിൽ നൂറിൻ്റെയും ഫാമിലി ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ പിന്നെ അവരെ ഉപ്പയും പിന്നെ ഇതുവരെ ഉൾക്കൊണ്ടിട്ടില്ല എന്നാണ് പിന്നെ പറയുന്നത് കേട്ടോ. അപ്പോൾ അതിലിൻ്റെ ആയാലും നൂറിൻ്റെ ആയിട്ടും ഫാമിലി ആയിട്ട് ഇവർ രണ്ടുപേരാണ് എത്തിയിട്ടുള്ളത്. അവരെന്തായാലും ആഗ്രഹിച്ചിട്ടുണ്ടാവും കേട്ടോ എൻ്റെ ഒപ്പിയും ഒന്ന് വന്നെങ്കിൽ ഒന്ന് കാണാമായിരുന്നു എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ ആ പിന്നെ ഉപ്പയ്ക്കും ഉമ്മക്കും തൊട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടാവില്ല കേട്ടോ. അതുകൊണ്ടായിരിക്കും വരാത്തത്. അപ്പോൾ അതെല്ലാവരും കാത്തിരിക്കണം എന്താണെന്ന് വെച്ചാൽ അതിലെൻ്റെ നൂറിനും പിന്നെ ഫാമിലി വരുമെന്നില്ലതാണ് കേട്ടോ. അവർ നല്ല ആഗ്രഹിച്ച് നിന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു ഇതിൽ പിന്നെ അക്ബർ പറയുന്നുണ്ട് കേട്ടോ, ഇങ്ങനെ അതിലിനോട് എൻ്റെ ഫാമിലി വരുന്നത് പിന്നെ ദിയല്ലേ മറ്റേന്നൊക്കെ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ ഭയങ്കര വിഷമമായിട്ടുണ്ടായിരുന്നു അതിലേക്ക്. അടുത്ത അതിലയുടെ ദിയാസന വരട്ടെ. ദിയാസനല്ലേ വരിക? അല്ല അപ്പം നൂറ് പറയുന്നുണ്ട് കേട്ടോ, ഈ പറഞ്ഞ ഭയങ്കര വിഷമമായിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് കേട്ടിട്ട് അവൾ ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നൂറ് എന്തായാലും പ്രതീക്ഷിച്ചിട്ടോ എൻ്റെ ഉമ്മ ഉപ്പ ആരെങ്കിലുമൊക്കെ വരുന്നില്ലത് അവൾ നല്ല പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഗെയിം തുടങ്ങിയപ്പോൾ പിന്നെ ഫാമിലി ആയിട്ട് പിന്നെ റൗണ്ട് തുടങ്ങിയപ്പോൾ ഉണ്ടല്ലോ അവരത്രയും പ്രതീക്ഷയും കാര്യങ്ങളൊക്കെ നിന്നിട്ട് പിന്നെ വന്നത് ദിയും അതേമാതിരി തന്നെ ജാസ്മിനാണ് കേട്ടോ. അപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കിയേ. രണ്ടാളും ഒരുമിച്ചാണോ വരുന്നത്? മനസ്സിലായി ബിഗ് ബോസ് ആരും വരാനില്ല അതല്ലേ മനസ്സിലായി. അപ്പോൾ അതാ പാട്ടൊക്കെ കേട്ട് വരുന്ന സമയത്തുണ്ടല്ലോ അതിലെൻ്റെ നൂറിൻ്റെ പിന്നെ മുഖം ശ്രദ്ധിച്ചാൽ മനസ്സിലാവില്ലേ അവർക്ക് ഭയങ്കര വിഷമം കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് എന്തായാലും നൂറ് കേട്ടോ, അവളെന്തായാലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും എന്നെ കാണാൻ വരും അത്രയ്ക്കും അതേനെ കേട്ടോ. പിന്നെ വേറെ എന്താണെന്ന് വെച്ചാൽ അവർ പിന്നെ ഒരു ഗെയിമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഉപ്പ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കുറേ കഴിഞ്ഞിട്ടുണ്ടായതാണ്. സൗദിയിൽ സൂപ്പർ മാർക്കറ്റാണ്, സൂപ്പർ മാർക്കറ്റിന്റെ പേര് എൻ്റെ പേര് തന്നെ ഇട്ടേക്കുന്നത്, എൻ്റെ അമ്മക്ക് കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ആഘോഷം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഉണ്ടാവുന്നത്. അത്രക്കും എന്താ പറയുക ആറ്റ് നോറ്റ് ഉണ്ടായ കുട്ടി എന്നൊക്കെ പറയുമല്ലോ, അങ്ങനെയാണ് ഉണ്ടായത്. അപ്പോൾ ഇവർ നിലത്തും തൊടിക്കൂല തലയിലും വെക്കൂല അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. പിന്നെ ഭയങ്കര എന്താ പറയുക കാര്യമായിരുന്നു. ഞാനിപ്പോൾ പരീക്ഷയ്ക്ക് തോറ്റതാണെങ്കിലും ഞാൻ ഉപ്പനോട് പറയും ഉപ്പയെ ഞാൻ തോറ്റ്. ചിലപ്പോൾ പറയും അത് കുഴപ്പമില്ല നൂറ് മോളെ, അത് പ്രശ്നമല്ല, ഇനി അടുത്ത തവണ പഠിക്കണം. ഉപ്പൊക്കെ എന്ന് പറയുന്നത് ഉപ്പൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഉപ്പൻ്റെ മോള് ഒരു വലിയ നിലയിലെത്തണം, ഒരു ജോലി കിട്ടണം, റാദർ ദാൻ കല്യാണം, പെട്ടെന്ന് കല്യാണം കഴിപ്പിച്ച് വിടുന്നേക്കാളും. ഞങ്ങളെ റിലേഷൻഷിപ്പൊക്കെ അറിഞ്ഞപ്പോൾ പുള്ളിക്ക് അത് ബുദ്ധിമുട്ടാണ്. ഒബ്വിയസ്ലി അത് ആക്സെപ്റ്റ് ചെയ്യാൻ എന്തായാലും ബുദ്ധിമുട്ടാണ്, മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ഉപ്പനോട് കുറേ പറഞ്ഞു. പക്ഷെ ഉപ്പക്ക് കുറേ പേര് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓളെന്താണ് വൃത്തികെട്ട ഒരു ലൈഫാണ് ലീഡ് ചെയ്യാൻ പോകുന്നത്. ഉപ്പ എനിക്ക് ആദ്യമായിട്ട് വാങ്ങി തന്നൊരു എന്താ പറയുക ഡയമണ്ട് നെക്ലേസ് ഉണ്ടായിരുന്നു, ഞാനിപ്പോൾ ഓക്ക് കൊടുത്തിരിക്കുന്നത്. റൂലല്ലാതെ വെച്ച് കൊണ്ടെടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ നെക്ലേസ് ആദ്യമായിട്ട് വാങ്ങി തന്നു അതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അത്രയ്ക്കും ഇഷ്ടപ്പെട്ട് നല്ല രീതിയിൽ കൊണ്ട് വളർത്തിയതാക്കി പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ വരുമ്പോൾ ആർക്കായാലും ഇഷ്ടപ്പെടില്ല അല്ലേ. അതവൾ തന്നെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ എന്തായാലും അങ്ങനെ നല്ല രീതിയിൽ അഴി വരട്ടെ എന്നുള്ളതായിരിക്കും നൂറിൻ്റെ പിന്നെ ഉദ്ദേശം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ അങ്ങനെയൊക്കെ ഉദ്ദേശിച്ചിട്ടുണ്ടാവും. എൻ്റെ വോയിസ് പിന്നെ ആരെ പറയുന്നത് എന്താണെന്നൊന്നും പുറത്ത് വിടരുത്, എനിക്ക് പ്രശ്നമാവും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അവർ ഫാമിലിക്ക് വരാൻ ഒട്ടും താല്പര്യമില്ല. അത്രയ്ക്കും കാര്യങ്ങളൊക്കെ എത്തിച്ച സ്ഥിതിക്ക് അവർക്ക് എന്തായാലും പോയി വരാനുള്ള താല്പര്യം ഉണ്ടാവില്ല അല്ലേ. അവർ പിന്നെ പിരിയാണെങ്കിൽ വേറെ പിരിഞ്ഞിരിക്കുകയാണെങ്കിൽ ഞങ്ങൾ വരുള്ളൂ എന്നൊക്കെ പറഞ്ഞു ബിഗ് ബോസിനോട് കാശ് തരാന്നിട്ട് അവർ സമ്മതിച്ചിട്ടില്ല കേട്ടോ. എന്നിട്ട് പോലും അവർ സമ്മതിച്ചിട്ടില്ല. അപ്പോൾ അവർക്ക് അത്രയ്ക്കും വെറുപ്പും കാര്യങ്ങളൊക്കെ തോന്നിയിട്ടുണ്ടാവും. മക്കളല്ലേ ഉള്ളിൽ എന്തായാലും പിന്നെ സങ്കടം ഉണ്ടാവും കേട്ടോ. ഒരു സ്നേഹം സങ്കടമൊക്കെ എന്തായാലും ഉണ്ടാവും, ഏത് മാതാപിതാക്കൾക്കും ഉണ്ടാവും. പക്ഷേ അത് പിന്നെ ഒരു മനസ്സ് വരില്ല കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം അവരെ എടുത്ത് വരാനോ കാണാനോ എന്നുള്ളൊരു മനസ്സ് ഉണ്ടാവില്ല, അതായിരിക്കും. അപ്പോൾ എന്തായാലും എല്ലാം നല്ലതിനാവട്ടെ അല്ലേ, എല്ലാം നല്ലതായി നടക്കട്ടെ. അപ്പോൾ വോയിസ് ഫേക്കാണോ ഒറിജിനലാണോ എന്ന് അറിയില്ല കേട്ടോ. ഞാനൊരു യൂട്യൂബിൽ നിന്ന് അങ്ങനെ കണ്ടതാണ്. അപ്പോൾ അതാണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ തന്നെ ആയിരിക്കും എല്ലാ കൂട്ടുകാരോടും. അസ്സലാമു അലൈക്കും.